നമസ്കാരം, ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് ഒരു അടിപൊളി കേക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വാൻ കേക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്കിനി നമ്മുടെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും മതി. എല്ലായിടവും നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് മൈദ, 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് 3 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട 4 ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഷുഗർ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവണം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. അത് ഒരു 2 പ്രാവശ്യമായിട്ട് വേണം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതൊരു 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യില്ല. ഇനി നമുക്ക് സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ടീനിലേക്ക് മാറ്റാം. അപ്പം ഞാൻ കേക്ക് ടീനിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താണ്. അതിനകത്തൊരു ചെറിയ പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടീൻ അങ്ങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇൻ കേസ് നമ്മൾ ഒന്ന് കുത്തി നോക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 3-4 മിനിറ്റും കൂടെ വെച്ചാൽ മതിയാവും. ഇപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിനകത്ത് പറ്റുന്നില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കേക്ക് ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഫ്രോസ്റ്റിംഗ് തുടങ്ങാൻ. അപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു നടുഭാഗം കുഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്തും ബീറ്റർ യൂസ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സ്വാൻ കേക്കാണ്. അപ്പോൾ ഇത് സ്വാൻ്റെ ഷേപ്പിൽ എന്ന് വെച്ചാൽ ഓവൽ ഷേപ്പിൽ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്വാൻ്റെ ഫെതേഴ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അത്
തൂവലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാവും. അപ്പം നമുക്ക് ആദ്യം ഫെതേഴ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫെതേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/3 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ഇല്ലേ, അതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഞാനൊരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ട്രേയിലേക്ക്. അതിനകത്തേക്ക് നമ്മൾ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ ഒരു ഷേപ്പിലായിട്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അല്പം ബ്ലൂ കളർ 2 തുള്ളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം. നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തത് വേറൊരു ബൗളിലെടുത്തേക്ക് അതിനകത്ത് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിങ്ക് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി അല്പം യെല്ലോ കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. യെല്ലോ ഞാൻ ഫുള്ള് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് വൈറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ അതേപോലെ തന്നെ ആക്കിയെടുത്തു. ഇനി നമുക്ക് നെക്ക് റെഡിയാക്കി എടുക്കാം. നെക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നത്. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്കിത് ചെറിയതായിട്ട് നീട്ടി എടുത്തിട്ട് സ്വാനിന്റെ നെക്ക് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ നെക്ക് റെഡിയാക്കി എടുത്തു. ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം, ഒന്ന് സെറ്റ് ആവാനായിട്ട്. എന്നിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് ഓവൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓവൽ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഫ്രോസ്റ്റിങ്ങിനായിട്ട് എടുക്കുന്നത്. നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് മാക്ടോപ്പിന്റെ വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ. ഇനി നമുക്കപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കേക്ക് ഒന്ന് നനച്ചു കൊടുക്കാം. ഞാൻ പ്ലെയിൻ വാട്ടർ കൊണ്ട് തന്നെയാണ് കേക്ക് നനയ്ക്കുന്നത്, ഷുഗർ സിറപ്പ് അല്ല. കാര്യം ഷുഗർ സിറപ്പ് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കേക്ക് സ്വീറ്റ് ആണ്, ഐസിങ് ചെയ്യുന്ന ക്രീം സ്വീറ്റ് ആണ്. അപ്പോൾ ഒത്തിരി ഓവറായി പോകത്തില്ലേ. ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് പ്ലെയിൻ വാട്ടറാണ് നല്ലത്. പിന്നെ ഷുഗർ സിറപ്പ് വേണമെന്നുള്ളവർ അത് യൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ലെയറിലെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ
ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ഷീറ്റ് ഇല്ലേ, അത് കട്ട് ചെയ്തെടുത്താണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും ഈ പ്ലാസ്റ്റിക് ഷീറ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണം പിന്നെ ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ ഐസിങ് നൈഫും നല്ല ക്ലീൻ ആക്കിക്കൊണ്ട് വേണം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഐസിങ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഫെതേഴ്സ് എല്ലാം വെച്ചൊന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫെതേഴ്സ് ചെയ്ത് വെച്ചിരുന്നതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഫെതേഴ്സ് ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നെക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചത് നെക്ക് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ ചുണ്ട് ഭാഗവും കണ്ണും കൂടെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ സ്വാൻ കേക്ക് റെഡിയായി. നെക്കും ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ പൈപ്പിംഗ് ബാഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് തലേന്ന് തന്നെ വേണമെങ്കിൽ ആ തൂവലെല്ലാം റെഡിയാക്കി വെക്കാം. എന്നിട്ട് പിന്നെ കേക്ക് ചെയ്താൽ മതി. ജസ്റ്റ് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. വലുതായിട്ട് ഫ്രോസ്റ്റിങ്ങും ഇല്ല. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ചെയ്ത് നോക്കുക. ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.